പണ്ടത്തെ പൂർവികര്, പണ്ഡിതന്മാര്, രാജാക്കന്മാര്, ഈശ്വരന്മാരുടെ പടമൊക്കെ ഒന്ന് നോക്കിക്കോ. അതാണ്, അവര് മണ്ടന്മാരല്ലല്ലോ. 8ാം ഭാവം കൊണ്ടാണ് ആയുസ്, ഒരാളുടെ മരണം ചിന്തിക്കുന്നതും പിന്നെ നിധി കിട്ടുന്നതും. ഒരു ഭാവം, ഇങ്ങനെ ഞാൻ പറയാൻ കാരണം, ഒരു ഭാവവും നല്ലതുമല്ല ചീത്തയല്ല, അതിന് അതിൻ്റെതായ ഒരു വിധിയുണ്ട്. ആ രത്നശാസ്ത്രം അനുസരിച്ച് വിധിപ്രകാരം രത്നം ധരിച്ചാൽ ഫലം സുനിശ്ചയാണ്. ശ്രീ സുന്ദരമാചാരി സർ, നമസ്കാരം. നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നവരത്നങ്ങൾ, ഈ ഗ്രഹദോഷ പരിഹാരങ്ങൾക്ക് നവരത്നങ്ങൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം? ഗ്രഹദോഷ പരിഹാരങ്ങൾക്ക്, അതായത് ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ, ജനിക്കുമ്പോൾ അയാളുടെ ജാതകത്തിൽ, ഒരു കുട്ടിയുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടാണ് അയാളുടെ ജീവിതം, മരണം വരെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്നുവെച്ചാൽ മുൻവിധി, നമ്മൾ തലവിധി എന്നൊക്കെ പറയും, തലവര എന്നൊക്കെ പറയും, അത് ഈ ജാതകമാണ്. അപ്പോൾ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് അതിൻ്റെ ലഗ്നം 1ാമത്തെ ഭാവമായിട്ട് 12 ഭാവങ്ങളെ പറയുന്നുണ്ട്. ആ 12 ഭാവങ്ങളിൽ 1ാം ഭാവം കൊണ്ടാണ് അയാളുടെ ദേഹം, ശരീരാദി സർവ വർണ്ണനകളും 1ാം ഭാവം കൊണ്ട് പറയണം. 2ാം ഭാവം കൊണ്ട് ധനം, വാക്ക്, വിദ്യ, കുടുംബം. 3ാം ഭാവം കൊണ്ട് സഹോദരം, പരാക്രമം, ദുർബുദ്ധി. 4ാം ഭാവം കൊണ്ട് അമ്മ, അമ്മാവൻ, വീട്, വാഹനം, യശസ്, സുഖം, ജയം. അങ്ങനെ 5ാം ഭാവം കൊണ്ട് സന്താനം, മനസ്സ്, അടുത്ത ജന്മം, പുണ്യം. 6ാം ഭാവം കൊണ്ട് രോഗം, കടം, ശത്രു. 7ാം ഭാവം കൊണ്ട് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, യാത്ര, നിവൃത്തി. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ആഗ്രഹിച്ചാൽ അതൊരു നിവൃത്തി ഉണ്ടാവണ്ടേ, അങ്ങനെ നിവൃത്തി, ഇംപ്ലിമെന്റേഷൻ. ഇതെല്ലാം 7ാം ഭാവം കൊണ്ട്. 8ാം ഭാവം കൊണ്ടാണ് ആയുസ്, ഒരാളുടെ മരണം ചിന്തിക്കുന്നതും പിന്നെ നിധി കിട്ടുന്നതും. ഒരു ഭാവം, ഇങ്ങനെ ഞാൻ പറയാൻ കാരണം, ഒരു ഭാവവും നല്ലതുമല്ല ചീത്തയല്ല. 8ാം ഭാവം ദോഷമാണല്ലോ. അങ്ങനെ ഷഷ്ടം ദ്വാദശം അഷ്ടമം ച മുനയോ എന്നുള്ള പ്രമാണം അനുസരിച്ച് 6, 8, 12 ഭാവങ്ങളാണ് ഏറ്റവും ദോഷം. അതിനകത്ത് 8ാം ഭാവം വളരെ ദോഷമാണെന്ന് ആചാര്യൻ പറയുന്നു. പക്ഷെ ആ 8ാം ഭാവത്തിലും നല്ലത് പറയുന്നുണ്ട്. ഒരു വ്യക്തിക്ക് നിധി കിട്ടുന്നത്, മഠാധിപതിയാകുന്നത്, സന്യാസം സ്വീകരിക്കുന്നതൊക്കെ, അങ്ങനെ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നതൊക്കെ 8ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ അവിടെ നല്ലതുണ്ട്. അപ്പോൾ 9ാം ഭാവം കൊണ്ട് പിതാവ്, പൂർവ്വപുണ്യം, മന്ത്രം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം, ഭാഗ്യം. 10ാം ഭാവം കൊണ്ട് കർമ്മം. 11ാം ഭാവം കൊണ്ട് ലാഭം. 12ാം ഭാവം കൊണ്ട് നഷ്ടം, മോക്ഷം. അങ്ങനെയൊക്കെ. ഇതിനകത്ത് ഗ്രഹദോഷം എന്ന് പറഞ്ഞല്ലോ, ഏത് ഗ്രഹമാണ് ദോഷമായിട്ട് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരു വ്യക്തി രക്ഷപ്പെടാത്തത്, അല്ലേ? അപ്പോൾ ഏത് ഭാവത്തിന്റെ ഗ്രഹമാണ് ഇയാളെ അറ്റാക്ക് ചെയ്യുന്നത്, അത് വിദഗ്ധമായിട്ട് ജ്യോതിഷം പഠിച്ച ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം എന്താണ്, അയാളുടെ കളർ എന്താണ്, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണ്, എല്ലാം, എത്ര ഉറങ്ങും, എത്ര കിടക്കും, എത്ര കഴിക്കും, എല്ലാം പറയാൻ പറ്റും ഈ ലഗ്നഭാവം കൊണ്ട്. ബാക്കിയുള്ള ഭാവം കൊണ്ട്, ഈ 12 ഭാവം കൊണ്ടും ഇയാളെ പറ്റിയുള്ള സർവ്വകാര്യവും അതിനകത്ത് ഇൻബിൽട്ട് ചെയ്തിട്ടാണ് ഒരു ജനനം സംഭവിക്കുന്നത് ജ്യോതിഷപ്രകാരം. അത് ജനിക്കുന്നതിന് മുമ്പേ ഇത് തീരുമാനിച്ചിട്ടുണ്ട്. പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നല്ലേ. അപ്പൊ ജനിക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാം സെറ്റാണ്. കഴിഞ്ഞ ജന്മം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, നന്മയും തിന്മയും, അതനുസരിച്ചിട്ടാണ് ഈ ജന്മം വരുന്നത്. അപ്പൊ ഈ ജന്മം മാത്രമല്ലല്ലോ, നമ്മൾ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്താലല്ലേ നമുക്ക് മാസം മാസം പലിശ കിട്ടുള്ളൂ. അപ്പൊ പൂർവ്വജന്മത്തിൽ എന്താ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, നല്ലതാണോ ചീത്തയാണോ, ലോൺ എടുത്തിരിക്കുകയാണോ ബാങ്കിൽ നിന്ന്, അത് അങ്ങോട്ട് കൊണ്ടിട്ടിരിക്കുന്നതാണോ, ഇതെല്ലാം ഒരു ഉദാഹരണം പറയാണ്, ഈ ജാതകത്തിൽ അറിയാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ ഒരാളൊരു ജ്യോത്സ്യന്റെ അടുത്ത് വരുന്നത് അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളപ്പോഴാണല്ലോ. എന്ത് പ്രോബ്ലം ആണെന്ന് ഒരു നല്ലൊരു ജ്യോത്സ്യന് ഈ വ്യക്തി പറയാതെ തന്നെ അറിയാൻ പറ്റും. ഈ സമയത്ത് ഇദ്ദേഹം എന്തിനാണ് തന്നെ കാണാൻ വന്നത്, ജ്യോത്സ്യനെ കാണാൻ വന്നത് എന്നുള്ളത് ആ വരുന്ന സമയത്ത് പ്രത്യക്ഷ രാശി എന്ന് പറയും. എന്നുവെച്ചാൽ ഇപ്പോൾ എലിസബത്ത് എന്നെ കാണാൻ എൻ്റെ റൂമിൽ വരികയാണ്, ഒരു ഉദാഹരണം. അങ്ങനെ വരുമ്പോൾ ആ സമയത്തെ രാശി ചക്രമുണ്ട്, അതാണ് പ്രത്യക്ഷ രാശി എന്ന് പറയുന്നത്, തത്സമയ രാശി. അത് നിമിത്തമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? നിമിത്തമാണ്. നിമിത്തം ഒരു ശാഖ മാത്രമാണ്, പക്ഷെ ഈ ഗ്രഹനിലയിലെല്ലാം ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ അയാളെ തൊടുന്ന അംഗങ്ങൾ ചിലപ്പോൾ തൊഴുതിട്ടായിരിക്കും, അല്ലെങ്കിൽ തലയുറഞ്ഞിട്ടായിരിക്കും, അങ്ങനെ പല, അതാണ് നിമിത്തം എന്ന് പറയുന്നത്.
നിമിത്തം പറഞ്ഞത്. ഇപ്പൊ ചിലപ്പോൾ മൂക്കില് എനിക്ക് അങ്ങനെ അതല്ലെങ്കിൽ ഞാനേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലതും പറയും. ഇതെല്ലാം ഞങ്ങൾക്ക് അംഗചലനം അല്ലെങ്കിൽ ഈ അംഗ തൊടുകുറി എന്നൊക്കെ പറഞ്ഞിട്ട് ശാസ്ത്രങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങളത് കണ്ടുപിടിക്കും. അപ്പോൾ ഈ തത്സമയ രാശി കൊണ്ട് ഈ വ്യക്തി എന്തിനു വന്നു എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്റെ ഗുരുനാഥൻ ഒക്കെ അങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന പ്രശ്നം കൊണ്ടല്ലേ വന്നതെന്നൊക്കെ പറയും. നമ്മളും അതൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നു. ഗുരുനാഥന്മാരുടെ അത്രയും നമ്മളാവൂലല്ലോ. അതായത് പണ്ടുള്ള ജ്യോതിഷന്മാരൊക്കെ കേട്ടിട്ടുണ്ട്, അവിടെ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോഴേ ഇവിടെ അറിയും. വിഷവൈദ്യം എന്നൊക്കെ പറഞ്ഞു, വിഷവൈദ്യവും ജ്യോതിഷവും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അവരൊക്കെ ഒരു ഈ വൈദ്യൻ വീട്ടിലിരുന്ന് ഭാര്യയോട് വിളിച്ചു പറയും, വെള്ളം ചൂടാക്കിക്കോളൂ, ഇന്ന മരുന്ന് എടുത്തു വെച്ചോളൂ, അരച്ചു വെച്ചോളൂ എന്ന് പറയും. ഇന്ന ദിക്കിന്ന് ഇന്ന പാമ്പ് കടിച്ചിട്ട് വരുന്നുണ്ട്, അണലി കടിച്ചു വരുന്നുണ്ട്, മൂർഖൻ കടിച്ചു വരുന്നുണ്ട് എന്നൊക്കെ പഴയ അതാ ഉപാസനയും ഈ ജ്യോതിശാസ്ത്രവും എല്ലാം കൂടി ലിങ്ക് ആയതുകൊണ്ടാണ്. ഇന്നിപ്പോ എല്ലാം ഈ മെഡിക്കൽ സയൻസ് പോലെ എല്ലാം വിഭജിച്ചു കൊടുക്കല്ലേ, ഓങ്കോളജി, അത് ഓളജി, ഈ ഓളജി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും പൊതുവായിട്ട് അറിയില്ലല്ലോ. അപ്പൊ അത് നമ്മുടെ കാലത്തിന്റെ. അപ്പോ ഈ വ്യക്തി വരുമ്പോ തന്നെ ഇയാൾക്ക് എന്ത് ദോഷമാണെന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിലാക്കിയിട്ട് അയാളുമായിട്ട് കുറച്ച് ഡിസ്കസ് ചെയ്യണം. ഇന്നത്തെ ഒരു കാലത്ത് ജ്യോത്സ്യന്മാർക്കും സമയമില്ല, വരുന്നവർക്ക് ഒട്ടും സമയമില്ല, വെയിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ എനിക്കൊരു ചുരുങ്ങിയതൊരു 2 മണിക്കൂർ 3 മണിക്കൂർ വേണം, അല്ലാതെ എന്നെ കൊണ്ട് പെട്ടെന്ന് സാധിക്കില്ല. അത് നേരത്തെ ബുക്ക് ചെയ്ത് വരും. എന്നിട്ട് അവരുടെ ഒരു വ്യക്തിയുടെ A to Z കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. സംസാരിച്ച് അയാളുടെ കുറവുകളും ഉള്ളതും നല്ലതും ചീത്തയും എല്ലാം മനസ്സിലാക്കിയിട്ട് ഏത് ഭാവത്തിന്റെ കുഴപ്പം കൊണ്ടാണ് അയാൾക്ക് ഈ പരാജയം വരുന്നത്. അപ്പൊ വിദ്യാഭ്യാസത്തിലാണെങ്കിൽ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസമാണെങ്കിൽ 2ാം ഭാവം കൊണ്ട് ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം വിദ്യ വിവിധാഹേതൽ സർവം ചിന്തനീയം ദ്വിതീയത. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസമാണെങ്കിൽ 2ാം ഭാവം കൊണ്ട് എടുക്കണം. ഹയർ സ്റ്റഡി ആണെങ്കിൽ, ഉപരിപഠനമാണെങ്കിൽ 4ാം ഭാവം കൊണ്ട് എടുക്കണം. അപ്പോൾ ഇത് രണ്ടും സ്ട്രോങ് ആണെന്നിരിക്കട്ടെ, 2ാം ഭാവവും സ്ട്രോങ് ആണ്, 4ാം ഭാവവും സ്ട്രോങ് ആണ്, അനുകൂലത്തിലാണ്. 2ഉം 4ഉം ഭാവാധിപൻ 11ലാണ് വന്ന് നിൽക്കുന്നത് ലഗ്നത്തിന്റെ. അപ്പൊ ലാഭസ്ഥാനത്താണ് വന്ന് നിൽക്കുന്നത്. പിന്നെന്താ കുഴപ്പം? അപ്പൊ ഇതുപോലെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ സ്റ്റോൺസ് എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം വിലയുള്ള കല്ലുകളാണല്ലോ. അതെ അതെ, തീർച്ചയായും. ഒരു കുട്ടിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ? എന്താ ഹാൻഡിൽ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? വിലയുള്ളതാകുമ്പോ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടം. അത് നമ്മൾ ഓർണമെന്റ് ആയിട്ട് ഇപ്പൊ കുട്ടികൾക്ക് ഒരിക്കലും കൈവിരലില് അല്ലെങ്കിൽ മോതിരമായിട്ട് ധരിക്കില്ല. ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ ഒരു മുട്ടുകമ്മൽ പോലെ ഇടും, ആൺകുട്ടിയാണെങ്കിൽ കഴുത്തിലൊരു ചരടിൽ ഇങ്ങനെ ലോക്കറ്റായിട്ട് ഇടും, അങ്ങനെ ഇടും. കൊച്ചുകുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല. മിനിമം ഒരു 5ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണല്ലോ അതിന്റെ വൈഷമ്യം. 5 മുതൽ 1ാം ക്ലാസ് മുതൽ ഒരു 5ാം ക്ലാസ് വരെ വിദ്യാ തടസ്സം എന്നൊന്നും പറഞ്ഞ ആരും അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ. 5 വയസ്സാകുമ്പോ അയാൾക്ക് 5ാം ക്ലാസ് ആകുമ്പോ അയാൾക്ക് 10 വയസ്സായില്ലേ. അപ്പൊ പിന്നെ കുറച്ചുകൂടി ബുദ്ധി അറിവൊക്കെ വന്നല്ലോ. അപ്പൊ ഇതുപോലെ എല്ലാ ഗ്രഹദോഷങ്ങൾക്കും ഈ സ്റ്റോൺസ്, ബർത്ത് സ്റ്റോൺസും കൊണ്ട് പരിഹാരം ഉണ്ടാവും. എന്റെ അതായത് ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഗ്രഹദോഷങ്ങൾക്ക് രത്നങ്ങൾ ഉപകാരപ്പെടുമോ? തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നത് രശ്മികളാണ്. ഈ രശ്മികളെ ആഗിരണം ചെയ്യാനായിട്ടുള്ള മാസ്മര ശക്തി രത്നങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇവര് ഇത് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണം ഉണ്ടാകുന്നത്. ഇതൊരു സയൻസാണ്. ഇത് അന്ധവിശ്വാസമോ മെസ്മറിസമോ ഒന്നുമല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ദോഷത്തിനാണ് നമ്മൾ രത്നം ധരിക്കുന്നത്. ഒരു മെഡിക്കൽ ഷോപ്പ് തുറന്നു വെച്ചിട്ട് ഇഷ്ടമുള്ളത് എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഏത് മരുന്നാണ് അസുഖത്തിനുള്ള. അപ്പൊ നമ്മുടെ അസുഖം എന്താണെന്ന് അറിയണം. നമ്മുടെ അസുഖം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആരാന്ന് അറിയണം ആദ്യം. അങ്ങനെ വ്യക്തമായ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് ആ പേഷ്യന്റുമായിട്ട് അല്ലെങ്കിൽ ആ കക്ഷിയായിട്ട് സംസാരിച്ച് പൂർണ്ണ വിശ്വാസത്തിലേക്ക് എത്തിയിട്ട് ഇന്ന ഗ്രഹം ഇയാളെ സഹായിക്കും എന്ന് ആചാര്യന് ഉത്തമ ബോധ്യം വരണം. ആ രത്നം ധരിക്കുമ്പോൾ രത്നമായിരിക്കണം. വില കുറഞ്ഞതോ സിന്തറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഈ കളർ. ഇന്നിപ്പോ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. കളർ കയറ്റിയതും ഹീറ്റ് ചെയ്തതും ചൂടാക്കിയ രത്നങ്ങളൊക്കെ ഈ പോളിഷ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യും. അതൊക്കെ പോകും. ഒരിക്കലും രത്നം ചൂടാക്കാൻ പാടില്ല. നമ്മൾ കോഴിമുട്ട ഉണ്ടല്ലോ, കോഴിമുട്ട നമ്മൾ പുഴുങ്ങി കഴിഞ്ഞിട്ട് പൊരുന്നിക്ക് വെച്ചാല് കുഞ്ഞുണ്ടാവുമോ? ഇല്ല. പുഴുങ്ങി മുട്ട കഴിക്കാൻ വേണ്ടി ചൂടാക്കും, പുഴുങ്ങും. എന്നിട്ട് അത് കോഴിയുടെ ചോട്ടിൽ വെക്കുന്നതാണല്ലോ പൊരുന്നി വെക്കാന്ന് പറയാം. അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പൊ പൊരുന്നിക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കോഴിക്കുഞ്ഞാവില്ലല്ലോ.
ആ മുട്ട പുഴുങ്ങിയപ്പോഴേ ഡെഡായില്ലേ. അതുപോലെയാണ് രത്നങ്ങൾ ആഭരണത്തിൽ വെച്ച് ചൂടാക്കാനോ പഴുപ്പിക്കാനോ ഇങ്ങനെ റബ്ബ് ചെയ്യാനോ ബഫ് ചെയ്യാനോ ഒന്നും പാടില്ല. അതിന് അതിൻ്റെതായ ഒരു വിധിയുണ്ട്. ആ രത്നശാസ്ത്രം അനുസരിച്ച് വിധിപ്രകാരം രത്നം ധരിച്ചാൽ ഫലം സുനിശ്ചയാണ്, ഒരു സംശയം വേണ്ട. അതിപ്പോ നമ്മൾ മാത്രമല്ല, പണ്ടത്തെ പൂർവികര്, പണ്ഡിതന്മാര്, രാജാക്കന്മാര്, ഈശ്വരന്മാരുടെ പടമൊക്കെ ഒന്ന് നോക്കിക്കോ. അതാണ്, അവര് മണ്ടന്മാരല്ലല്ലോ. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.